പ്രാർത്ഥന വിൽക്കാനുണ്ട്. പ്രാർത്ഥന. പ്രാർത്ഥന വേണോ? പ്രാർത്ഥന. എന്ത് വേണോന്ന്? കാട്ടുമുത്തപ്പനോട് നന്ദി പറയാനുള്ള പ്രാർത്ഥന വിൽക്കാനുണ്ട്. വേണോ? പ്രാർത്ഥന ഒന്നിന് വില വെറും 2 മുട്ടയേ ഉള്ളൂ. വേണോ? എന്തിനാ നമ്മള് കാട്ടുമുത്തപ്പനോട് നന്ദി പറയുന്നത്? അടി, ഇടി, പനി, കാട്ടുതീ അങ്ങനെ ഏതെങ്കിലും ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്ക്. അന്നേരം അങ്ങനെ രക്ഷിച്ചതിന് കാട്ടുമുത്തപ്പനോട് നന്ദി പറയണം. പറഞ്ഞ എന്താ ഗുണം? അടുത്ത ആപത്ത് വരുമ്പോൾ അങ്ങേര് പിന്നെയും രക്ഷിക്കും. പ്രാർത്ഥന കേൾപ്പിച്ചു തരാം. കാട്ടുമുത്തപ്പൻ കനിഞ്ഞതു കാരണം കാറ്റ് പോയില്ലല്ലോ, എൻ്റെ കാറ്റ് പോയില്ലല്ലോ. കാത്തു രക്ഷിച്ചതിന് നന്ദി ഞാൻ പ്രാർത്ഥിച്ചു കേൾപ്പിച്ചിടാമല്ലോ, വേഗം കേൾപ്പിച്ചിടാമല്ലോ. രക്ഷപ്പെട്ട ഉടനെ ഇത് 5 തവണ ചൊല്ലണം. കാട്ടുമുത്തപ്പൻ ഹാപ്പി ആയിക്കോളും. സൂത്രാ, ഒരെണ്ണം വാങ്ങിയാലോ? പിന്നെ വേറെ പണിയില്ല. നമുക്കാണെങ്കിൽ എപ്പോഴും ആപത്ത് വരുന്നതല്ലേ. അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കാനേ പിന്നെ നേരം കാണും. തനിക്ക് വേണമെങ്കിൽ താൻ വാങ്ങിക്കോ. വേണം, എനിക്ക് വേണം. ഹമ്മോ, ഹമ്മോ. എന്ത് പറ്റിയടോ? ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നന്ദി പറഞ്ഞതാ. അയ്യോ. പ്രാർത്ഥനയും വാങ്ങിച്ച് ഞാൻ പോരുമ്പോ ബബ്ബയ്യും തല്ലാൻ വന്നു. ഞാൻ ഓടി. എന്നിട്ട് ആളില്ലാത്ത ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ആളില്ലാത്ത ഗുഹ കിട്ടിയതിന് ഞാൻ കാട്ടുമുത്തപ്പനുള്ള പ്രാർത്ഥന വായിച്ചു. കാറ്റ് പോയില്ലല്ലോ എൻ്റെ. പക്ഷേ അത് 5 തവണ ചൊല്ലാൻ അരമണിക്കൂർ എടുത്തു. അപ്പോഴേക്കും ഗുഹയിലെ താമസക്കാരൻ ചുങ്കം തിരിച്ചെത്തി എന്നെ ശരിക്ക് പെരുമാറി.